പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ നവനാൾ ദിവസങ്ങളിൽ രാവിലെ 6-നും വൈകിട്ട് 5-നും തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാളിന്റെ ഭാഗമായി ഏപ്രിൽ 17 വൈകിട്ട് 5 മണിക്ക് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് മാർ ജേക്കബ് മനത്തോടത്ത് കാർമ്മികനാകും. 18-ാം തീയതി മാർ പോൾ ആലപ്പാട്ട് കാർമ്മികനായി കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിനമായ 19-ന് രാവിലെ 5:30, 7 മണി, 8:30, ഉച്ചതിരിഞ്ഞ് 4-നും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലിയും രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടാകും. ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫ്രാൻസിസ് എലവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 6-ന് ഇടവക ദേവാലയത്തിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഏപ്രിൽ 20-ന് രാവിലെ 7 മണിക്ക് ആഘോഷമായ റാസ കുർബാനയ്ക്ക് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നാടകാവതരണവും നടക്കും. ഏപ്രിൽ 21-ന് വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ഗാനമേള അരങ്ങേറും. തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 10 മുതൽ 21 വരെ മറ്റം ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ കാർണിവൽ എക്സ്പോ നടക്കും. ഏപ്രിൽ 12-ന് ഞായറാഴ്ച മറ്റം ഫൊറോനയിലെ കൂനമുച്ചി, ആളൂർ, കണ്ടാണശ്ശേരി, വാഗ എന്നീ പള്ളികളിൽ നിന്നുള്ള 1-ാം കനകക്കുന്ന് തീർത്ഥാടനം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 13, 14, 15 തീയതികളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 9:30 വരെ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് 2-ാം കനകക്കുന്ന് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ജിയോ വേലൂക്കാരൻ, കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, MJ ജോഷി, CT സ്പാർട്ടക്സ്, CK ജോയ്, ജനറൽ കൺവീനർ സെബി തോമസ് കെ, ജോയിന്റ് ജനറൽ കൺവീനർ ജെയിംസ് CT എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അനേകായിരങ്ങൾ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഈ തിരുനാൾ ദിനങ്ങളിൽ വരുന്നു. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹപ്രദമായ ദിവസങ്ങളിലേക്ക് നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 19-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനകൾ 5:30, 7 മണി, 8:30, അതുപോലെ തന്നെ 10:30 ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് 4 മണിക്ക് ഇവിടെ വിശുദ്ധ കുർബാന തീർത്ഥകേന്ദ്രത്തിലുണ്ടായിരിക്കും. 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള കിരീടം എഴുന്നള്ളിപ്പ് ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തും.